നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എന്നുള്ള വളരെ മികച്ച ഒരു കരിയർ അവസരമാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കുന്നത്. ഓർക്കുക, സ്റ്റുഡൻസിനും ഫ്രഷേഴ്സിനും വർക്കിംഗ് പ്രൊഫഷണൽസിനുമൊക്കെ കരിയറിൽ വലിയ ഉയർച്ചയിലേക്ക് എത്തുവാൻ സഹായകരമായ ഒരു മികച്ച അവസരമാണിത്. വേൾഡ്സ് മോസ്റ്റ് പെയ്ഡ് പ്രൊഫഷണലിൽ ഒന്ന് എന്ന് വിശേഷിക്കപ്പെടുന്ന SAPയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. SAPയെക്കുറിച്ച് ഇതിനു മുമ്പും 2-3 വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ നേരിട്ട് ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഈ വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ ഇന്ന് നിൽക്കുന്നത് SAPയുടെ ഇന്ത്യയിലെ ബിഗസ്റ്റ് പാർട്ട്ണറിൽ ഒന്നായിട്ടുള്ള EMEയിലാണ്. EME എന്ന് പറഞ്ഞാൽ ഒട്ടനവധി സ്റ്റുഡൻസിനെ പ്ലേസ്മെൻറ്റിലൂടെ വളരെ മികച്ച അവസരങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സ്ഥാപനമാണ്. അവരുടെ ഒരു വിശാലമായ ഫെസിലിറ്റി നമ്മുടെ കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ SAPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ ജോണി ജോസഫ്. അദ്ദേഹം EME എന്ന് പറഞ്ഞാൽ SAPയുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് പാർട്ട്നേഴ്സാണ്. EMEയുടെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. സാർ, വെൽക്കം ടു കരിയർ പാത്വേ. നമസ്കാരം സാർ, താങ്ക് യു. സാർ, എനിക്ക് ആദ്യം നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് SAP? ഒത്തിരി കേൾക്കുന്ന ഒരു പദമാണ് SAP എന്നുള്ളത്. SAP എന്നൊക്കെ പലരും വിളിക്കും. ഇതെന്താണ് എന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. SAP അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്ന ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ERP സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പറയും. ഒരു വലിയ കമ്പനിയുടെ മോർണിംഗ് ടു ഈവനിങ് ഉള്ള കംപ്ലീറ്റ് പ്രോസസ്സിംഗ്, ബിസിനസ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ERP. എല്ലാ മൊഡ്യൂളിന്റെയും അബ്സല്യൂട്ട്ലി കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് സെൻട്രലി പ്രോസസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രസക്തി, ലോകവ്യാപകമായിട്ടുള്ള ഒരു ആവശ്യകത വളരെയധികമാണ്. അപ്പൊ ഒരു 180-ലധികം രാജ്യങ്ങളിൽ ഒരു 5.5 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഇന്ന് യൂസ് ചെയ്യുന്ന, അതായത് പ്രൈം കസ്റ്റമേഴ്സ്, MNC കമ്പനികളും ഗ്ലോബൽ ഫോർച്യൂൺ കമ്പനികളും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. സാറ് തന്നെ എപ്പോഴോ പറഞ്ഞ വേൾഡിലെ തന്നെ ട്രാൻസാക്ഷൻ ഇത്ര ശതമാനം, ഏതാണ്ട് ഒരു 70%-ലധികം വേൾഡ് ട്രാൻസാക്ഷൻ ഇൻ ERP ടച്ചസ് ഇൻ SAP എന്ന് പറയുന്നത്. അപ്പൊ SAP മേക്ക് പീപ്പിൾസ് ലൈഫ് അല്ലെങ്കിൽ ബിസിനസ് സിമ്പിൾ ആൻഡ് ബെറ്റർ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത് നമ്മുടെ പ്രേക്ഷകരെ കൂടുതലും സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഇവർക്ക് SAP അങ്ങനെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സ്, അതല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇവർക്ക് SAP പഠിക്കുന്നത് എങ്ങനെ ഉപകാരപ്രദമായിരിക്കും? മാർക്കറ്റിൽ ഒരുപാട് സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് സാർ ചോദിച്ചിരിക്കുന്നത്. അതായത് ഫ്രഷേഴ്സിന് ജോലി കിട്ടുമോ SAP പഠിച്ചാൽ എന്നുള്ള ഒരു ചോദ്യം ജനറലി എല്ലാവരും ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു അനുഭവം അനുസരിച്ചിട്ട് ഒരു ഗ്രാജുവേഷൻ, ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു BTech ഗ്രാജുവേഷൻ, അത്തരത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി SAPയുടെ അവരുടെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഒരു മൊഡ്യൂളിൽ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ജോലി സാധ്യതകളുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരുന്ന EMEയിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ 90+% കുട്ടികളും ഫ്രഷേഴ്സ് എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആയി പോകുന്നുണ്ട്. പ്ലേസ്മെന്റ് ആവശ്യമുള്ള എല്ലാവരും പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും, ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് കോളേജിനുള്ളിലോ ഇവിടെ വന്നോ ഇത് പഠിക്കാൻ സാധിച്ചാൽ ജോബ് സാധ്യതയ്ക്ക് യാതൊരു സംശയവും വേണം. പിന്നെ പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ SAP സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് അവരുടെ പ്രസന്റ് സാലറി അപ്ഗ്രേഡ് ചെയ്യാൻ, അവരുടെ ഒരു കരിയർ ഗ്രോത്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഒരു 8 ലക്ഷം 10 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷണല് അവരുടെ അനുയോജ്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ SAPയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30-40% അവരുടെ പ്രസന്റ് സാലറിയുടെ ഹൈക്ക് ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. പിന്നെ അവരുടെ ഒരു കരിയർ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയി. അപ്പോഴും സാറ് ഈ പറഞ്ഞത് അനുയോജ്യമായ
മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പല കോഴ്സുകൾ പഠിക്കുന്നവരുണ്ട്. അതെ. ഇവർക്ക് SAPയുടെ എന്തായിരിക്കും ഡിഫറെന്റ് കാറ്റഗറിക്ക് പഠിക്കാനായിട്ട് കഴിയുമോ? അതൊന്ന് സൂചിപ്പിക്കും. ഒന്ന് സമ്മറൈസ് ചെയ്യാം ഞാൻ. അതായത് നമ്മളിപ്പോൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ് എടുക്കുകയാണ്, ബികോം എംകോം, അതുപോലെ തന്നെ MBA ഫിനാൻസ്, പിന്നെ ACCA, CMA പോലെയൊക്കെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഫൈനാൻസ്, കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്ന എല്ലാവർക്കും SAPയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, S/4HANA ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു കരിയറിലേക്ക് പോകാൻ പറ്റും. ശരി. അതുപോലെ തന്നെ ഒരു MBA മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ സെയിൽസ്, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പൊ MBA ഒരു മാർക്കറ്റിംഗ് ഉള്ള കുട്ടികൾക്കാണ് അവർക്ക് സെയിൽസ് മൊഡ്യൂള്. അതുപോലെ HR പഠിക്കുന്നവർക്ക് SAP സക്സസ് ഫാക്ടർ എന്ന് പറയുന്ന മൊഡ്യൂൾ ഉണ്ട്. കംപ്ലീറ്റ് HR-ന്റെ പേറോളും മറ്റു കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്ന SAPയുടെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഇത്തരത്തിലാണ് MBAക്ക് വരുന്നത്. പിന്നെ ഒരു BTech ഗ്രാജുവേറ്റ്സ്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ്, IT ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള MCA, BCA, MSc, BSc ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, BTech, ഇത്തരത്തിലുള്ളവർക്ക് SAPയുടെ ടെക്നിക്കൽ മൊഡ്യൂൾ ആയിട്ടുള്ള ABAP എന്ന് നമ്മൾ ചുരുക്കി പറയും, ABAP, അതിന് ഫുൾ ഫോം പറയുന്ന അഡ്വാൻസ് ബിസിനസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ്. SAPയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ പ്രോജക്റ്റുകളിലും കസ്റ്റമൈസേഷനിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ധാരാളം ജോബ് സാധ്യത എന്നുള്ളത്. TCS ഒക്കെ ബൾക്കായിട്ട് കുട്ടികളെ എടുക്കാറുണ്ട്. അപ്പൊ ധാരാളം കുട്ടികൾ ഇതിലേക്ക് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അല്ലാതെ ഈ BTech, മെക്കാനിക്കല്, സിവില്, അതർ എല്ലാ സെഗ്മെന്റിലും BTech-ലുള്ളവർക്ക് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡ്യൂളുകൾ ഇപ്പോൾ ഉണ്ട്. അവരുടെ ഓരോ ലെവൽസ് വെച്ച്, ഫോർ എക്സാമ്പിൾ SAPയുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നറിയപ്പെട്ട മൊഡ്യൂൾ ഇപ്പോൾ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് ഏറ്റവും നല്ലത് BTech മെക്കാനിക്കൽ എടുത്തിരിക്കുന്നവർക്ക്, സിവിൽ എടുത്തിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ പോലെയുള്ള കോഴ്സുകൾ പഠിച്ചവർക്ക്, അവർക്കൊക്കെ ഈ മൊഡ്യൂൾ ഒരുപാട് ഉപകാരപ്രദമാണ്. പിന്നെ നമുക്ക് ഒരു MBA അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ മാനേജ്മെന്റിൽ എടുത്തിരിക്കുന്ന കുട്ടികൾ, PGDM, MBA പോലെയുള്ളവർക്ക്, അവർക്ക് വളരെയധികം സാധ്യതയാണ് മാർക്കറ്റിൽ. അപ്പം ഒരു 4 സെഗ്മെന്റ് ഞാൻ പറയുമ്പോൾ മാനേജ്മെന്റ്, കൊമേഴ്സ്, IT, എഞ്ചിനീയറിംഗ്, ഈ 4 ബാക്ക്ഗ്രൗണ്ടുകാർക്കും ഇവിടെ അവസരം. അപ്പം അവര് ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എവിടെയായിരിക്കും ജോലി സാധ്യതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ശമ്പളം അതിലേക്കൊക്കെ കിട്ടും? ഞാൻ SAPയെ കുറിച്ച് ഒരിടത്ത് കേട്ടിട്ടുള്ളത് വേൾഡ്സ് മോസ്റ്റ് പെയ്ഡ് പ്രൊഫഷണലിൽ ഒന്നാണ് SAP എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമോ? SAPയുടെ ഒരു സാലറി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്ന 10 കമ്പനികൾ എടുത്താൽ കഴിഞ്ഞ ഒരു 25 വർഷത്തോളമായിട്ട് ഈ ആദ്യ 10 കമ്പനികളിൽ ഒരു ആദ്യ 5 സ്ഥാനങ്ങളിൽ SAP ഇടം പിടിക്കാറുണ്ട്. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു സാധ്യതയും അതിനകത്ത് കിട്ടുന്ന ഒരു സാലറിയും തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഇന്ന് ഒരു ഫ്രഷറിന് പോലും നമുക്ക് ഒരു 4-6 ലക്ഷത്തിനിടയ്ക്ക് ഒരു ഗ്രാജുവേറ്റിന് കിട്ടുന്ന ആനുവൽ പാക്കേജിലേക്ക്. അതെ. പിന്നെ ഒരു MBA ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയൊക്കെ സ്റ്റാർട്ടിംഗ് സാലറി ഫ്രഷേഴ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രസന്റ് സാലറിയുടെ ഒരു 30 to 40% ഹൈക്ക്. ഞങ്ങൾക്ക് ഇവിടെ EMEയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, ഒരു 8 lakh rupees സാലറി ഉള്ള ഒരാൾ വന്നിട്ട് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം SAP ചെയ്തു. അയാൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഒരു കമ്പനിയിൽ കിട്ടിയത് 14 ലക്ഷമായിരുന്നു. അപ്പം അത്തരത്തിലുള്ള സാലറി ഉണ്ട്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഒരു ഏർലി റിട്ടയർമെന്റ് ഒരാൾക്ക് ഫിനാൻഷ്യലി ആകാനായിട്ട് SAP ഉപകരിക്കുന്ന ഞാൻ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്ത് ഒരു കൺവെൻഷണൽ ജോലി ചെയ്ത്, അതെ, നമ്മളൊക്കെ 10-30 വർഷമൊക്കെ ജോലി ചെയ്തിട്ടാണ് ഒരു റിട്ടയർമെന്റ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരു 10 to 15 years കരിയറിൽ അവർക്കൊരു ഫിനാൻഷ്യൽ റിട്ടയർമെന്റിലേക്ക് വരാൻ പറ്റും. പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ്സോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തില് നല്ല ഒരു സാലറി, അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത്. ഞാൻ പറയാറുണ്ട്, ജോബിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ എന്തും ചെയ്തു, SAP പോലെ ടെക്നോളജിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള സാധ്യത ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ Absolutely. അപ്പോഴും SAPയെ കുറിച്ച് പൊതുവെ പറയുന്നത് ഇതൊരു കോസ്റ്റ്ലി ഒരു പ്രോഗ്രാമാണ് എന്നുള്ളതാണ്. അതെന്തായിരിക്കും സാറിന്റെ? ഡെഫിനറ്റ്ലി സാർ, ഇത്തരത്തിലുള്ള ഒരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറിൽ സ്വാഭാവികമായിട്ട് സർട്ടിഫിക്കേഷൻ കോസ്റ്റ് വരും. ശരി. SAP ഇപ്പൊ ചെയ്തിരിക്കുന്നത് 2024 അവര് ഒരു പുതിയ ക്ലൗഡ്
ലൈസൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വേൾഡ് വൈഡ് ഇപ്പം സെൻട്രലി ഒരൊറ്റ ക്ലൗഡ് ലോഗിനേ ഉള്ളൂ. നേരത്തെ ഒരുപാട് ക്ലൗഡ് ലൈസൻസസ് ഉണ്ടായിരുന്നു. SAP ലേണിംഗ് ഹബ് ലൈസൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലൈസൻസ് അവരുടെ തന്നെ സൈറ്റിൽ ഇൻഡിവിജ്വലി വേണേൽ പർച്ചേസ് ചെയ്യാം. 1,17,000 പ്ലസ് GST ആണ് ഇന്നത്തെ റേറ്റ്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള ആ സെയിം ക്ലൗഡ് ലോഗിൻ ഓരോ കുട്ടിക്കും കൊടുത്തോണ്ടാണ് EME ട്രെയിൻ ചെയ്യുന്നത്. അതിനകത്തുള്ള പ്രിവിലേജ് അവർ ചെയ്തിരിക്കുന്നത് 4 സർട്ടിഫിക്കേഷൻ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഏത് നിശ്ചയ മൊഡ്യൂളിൽ വേണമെങ്കിലും ചെയ്യാനുള്ള ഫെസിലിറ്റി. അതായത് അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പം ഞാൻ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു മൊഡ്യൂൾ എടുക്കുന്നു. അതുകൂടാതെ എനിക്കൊരു എക്സ്ട്രാ മൊഡ്യൂളിലൂടെ വേണമെങ്കിൽ എടുത്ത് 1 2 3 എടുക്കാം, 3 കൂടെ വരെ എടുക്കാം. ശരി. സാറിന് ഇപ്പോ ഒരു ഫിനാൻസ് മൊഡ്യൂളിന്റെ കൂടെ ഒരു സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് കൂടെ എടുക്കാം. HR-ന്റെ കൂടെ വേണമെങ്കിൽ ഒരു ടെക്നിക്കൽ മൊഡ്യൂളും കൂടെ വേണമെങ്കിൽ എടുക്കാം. ശരിയാ. അപ്പൊ ഏതെങ്കിലുമൊക്കെ മൊഡ്യൂൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഡ്യുവൽ മൊഡ്യൂൾ കൊടുക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഇപ്പോ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റിന്റെ കൂടെ അരീബ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് മൊഡ്യൂൾ അത് ചെയ്യാറുണ്ട്. അതിന്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് മൊഡ്യൂൾ. അതുപോലെ തന്നെ സെയിൽസും ഫിനാൻസും കൂടെ ഒരുമിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ 4 മൊഡ്യൂളുകളിൽ വരെ എക്സാം ചെയ്യാൻ സർട്ടിഫിക്കേഷൻ ഒരു എക്സ്ട്രാ കോസ്റ്റും ഇല്ലാതെ, അതായത് ട്രെയിനിങ്ങിന്റെ മാത്രം ഒരു നാമമാത്രമായിട്ടുള്ള എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തുകൊണ്ട് ഒന്നിലധികം സർട്ടിഫിക്കേഷൻ എടുക്കാം ഇപ്പോഴത്തെ ലൈസൻസ്. അത് വലിയൊരു ഗുണമാണ്. കാരണം ഞങ്ങൾ നേരത്തെയൊക്കെ ഒരു 2 ലക്ഷം രൂപയൊക്കെ ഏകദേശം ഫീസ് പ്ലസ് GST ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫീസ് ഒരുപാട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് 1.5 lakh പ്ലസ് GST ഏതാണ്ട് 1,77,000 രൂപയൊക്കെ ഫീസ് മേടിച്ചാൽ ഇവിടെ EMI ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ അടുത്ത മൊഡ്യൂൾ എടുക്കുന്ന ആളിന് വളരെ ചെറിയൊരു ഫീസിൽ ഇപ്പൊ ഞങ്ങളൊരു ഓഫറും വെച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിന് 2 മൊഡ്യൂൾ. കാരണം ഇവിടെ വന്ന് പഠിക്കുന്നത്. അപ്പൊ അത് 3 മൊഡ്യൂൾ നമ്മൾ അതിനകത്ത് ക്ലബ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ്, സെയിൽസ്, ഫിനാൻസ്, ഈ 3 മൊഡ്യൂളുകളിൽ ഏത് വേണേലും ഷഫിൾ ചെയ്തിട്ട് കുട്ടികൾക്ക് എടുക്കാം 2 എണ്ണം. അതിന് ഞങ്ങൾ ഒരു 2 lakh rupees ഓഫർ പ്രൈസും വെച്ചിട്ടുണ്ട്. അപ്പോഴും ഇതിന്റെ 1/10 20,000 രൂപയ്ക്ക് അല്ലെങ്കിൽ വളരെ ചെറിയ ഫീസിൽ പഠിക്കാം എന്ന് പൊതുവെ കണ്ടിട്ടുണ്ട് പലയിടത്തും. അതെന്തായിരിക്കും സാർ? SAP പവർ യൂസർ അല്ലെങ്കിൽ എൻഡ് യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് SAPയുടെ ഒരു ഓവർവ്യൂ ലെവൽ പ്രോഗ്രാം SAP ഇന്ത്യ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരി. അതിന്റെ ഏറ്റവും ലാർജസ്റ്റ് ലൈസൻസും കോഴ്സും സെല്ല് ചെയ്യുന്ന കമ്പനിയും കൂടെ EME ആണ്. അപ്പൊ അത് എൻഡ് യൂസർ പ്രോഗ്രാം ആണ്. നമ്മൾ ഓഫർ ചെയ്യുന്നത് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ. ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ സാർ ഒന്നുകൂടെ ഒന്ന് അതിനകത്ത് SAPയുടെ എൻഡ് യൂസർ പിന്നെ കൺസൾട്ടന്റ് ലെവൽ, ഇങ്ങനെ 2 രീതിയിലുള്ള പ്രോഗ്രാമുള്ളത്. ശരി. അപ്പൊ കൺസൾട്ടന്റ് ലെവൽ പ്രോഗ്രാം പഠിച്ച് SAP ജർമ്മനി ഡയറക്ട്ലി കൊടുക്കുന്ന ഓൺലൈൻ എക്സാം എഴുതി ഗ്ലോബലി സർട്ടിഫൈഡ് ആകും കുട്ടി. ഈ സർട്ടിഫിക്കേഷൻ ഏതാണ്ട് 180 രാജ്യങ്ങളിൽ എവിടെയൊക്കെ SAP ഉണ്ടോ അവിടെ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള വാലിഡിറ്റി ഉണ്ട്, ഒരേ രീതിയിലുള്ള അക്സെപ്റ്റൻസും ഉണ്ട്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവർ നിർബന്ധമായിട്ടും പറയാറുണ്ട് SAP സർട്ടിഫൈഡ് കാൻഡിഡേറ്റ്സിനെ വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോഴ്സിന്റെ പ്രസക്തി വളരെയധികം. അപ്പം SAPയിൽ സീരിയസ് ആയിട്ട് കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൺസൾട്ടന്റ് ലെവൽ പ്രോഗ്രാം പഠിച്ച് ഇതുപോലെയുള്ള ഒരു ക്ലൗഡ് ലോഗിൻ എടുത്ത് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു മികച്ച അവസരങ്ങളിൽ എത്തുവാനായിട്ട് കഴിയും. ഓക്കെ. നമ്മളിപ്പം ഈ EMEയുടെ നമ്മളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളുടെ B2C അല്ലെ നേരിട്ട് കസ്റ്റമേഴ്സിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം, അതിൻ്റെ ഒരു മെത്തഡോളജി അത് എവിടെയൊക്കെയാണ്? ഇപ്പം നമ്മൾ നിൽക്കുന്നത് EMEയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. വളരെ വിശാലമായ ഒരു 7,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ വന്ന് പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അതൊന്ന് വിശദമായി. തീർച്ചയായിട്ടും EMEയിൽ ഡയറക്റ്റ്ലി ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഒരു ഫെസിലിറ്റി ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ SAP ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനോടനുബന്ധിച്ച് ഒരു MNC കമ്പനിയിൽ ഏത് രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മലയാളി കുട്ടികൾക്ക് പൊതുവെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ അവർക്ക് സാധ്യതകളില്ലാത്തതുകൊണ്ട് അവർ പിന്നോക്കമാണ്. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അഡ്വാൻസ് എക്സൽ പോലെയുള്ള ഡിഫറെന്റ് അതർ സോഫ്റ്റ്വെയർസ് വെരി മച്ച് റിലേറ്റഡ് ടു SAP. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മളൊരു പ്രോപ്പർ ട്രെയിനിങ് മോർണിംഗ് ഒരു 9:30 to 4 o'clock ഒരു ഫുൾ ഡേ ഒരു കോളേജ് മോഡലിൽ ഇവിടെ അവരെ ഇരുത്തി ഒരു ഗുരുകുലത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് അവരെ ഒരു ജോബിന് വേണ്ടി ഗ്രൂം ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഒരു 4 മാസത്തെ പ്രോഗ്രാം ആയിട്ടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 4 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അവർക്ക് ഒരു കമ്പനിയിലേക്ക് എൻട്രി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് നമുക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരുടെ പ്ലേസ്മെന്റ് പ്രോസസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യും. അത്തരത്തിലാണ് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക്. പിന്നെ വരാൻ സാധ്യതയില്ലാത്തവർക്കും ജോബ് ക്ലാസ്സിനും വേണ്ടിയിട്ട് മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ അവരുടെ സൗകര്യാർത്ഥം ഓൺലൈനിൽ ലൈവ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ട്രെയിനേഴ്സ് തന്നെ ലൈവായിട്ട് എടുക്കും. അവർക്ക്
അവർക്ക് വേണ്ടി സ്പെസിഫിക്കലി ഒരു ട്രെയിനർ ഇരുന്ന് അവരെ നല്ല രീതിയിൽ ഇവിടെ വരുമ്പോഴത്തെ പോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിപ്പിച്ച് സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോ ഇവിടെ എറണാകുളം സറൗണ്ടിങ്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഈവനിങ് ക്ലാസ് വേണം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വീക്കെൻഡിൽ നമ്മൾ സൺഡേയിലും സാറ്റർഡേയിലും സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇൻഫോ പാർക്കിൽ നിന്ന് ഇപ്പൊ ധാരാളം പ്രൊഫഷണൽസ് വരുന്നുണ്ട്. കാരണം അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാലറി കൂട്ടാനും ഒക്കെ ആയിട്ട് അവര് പിന്നെ ചിലർക്കൊക്കെ കരിയർ ചേഞ്ച് അതിനൊക്കെ SAP സർട്ടിഫിക്കേഷൻ എപ്പോഴും വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ എല്ലാ രീതിയിലുള്ള ഫ്ലെക്സിബിൾ മോഡിലും ഇന്ന് പഠിക്കാൻ പറ്റും. ശരി, ഇനി എനിക്ക് അറിയേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ്, അല്ലെ കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, SAP പഠിച്ചാൽ പ്ലേസ്മെന്റ് ഉറപ്പാണോ, ഗ്യാരണ്ടി ഉണ്ടോ? സാറേ, വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ഇവിടെ വരുന്ന ഒന്നിലധികം അല്ലെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു ജോലിയാണ്. ശരി. അപ്പോൾ ഈ ഒരു ജോലി ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരും ഉണ്ട്. ഞാനിവിടെ വരുന്ന കാൻഡിഡേറ്റിനോടും പേരൻസിനോടും പറയാറുള്ള ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം പ്രസക്തിയുള്ള ഇത്രയും നല്ലൊരു ടെക്നോളജി വളരെ നല്ല രീതിയിൽ നമ്മൾ അവരെ സർട്ടിഫിക്കേഷനിലേക്ക് എത്തിക്കുന്നു, അവരെ കംപ്ലീറ്റ്ലി ഗ്രൂം ചെയ്യുന്നു. ശരി. ഇത്രയും സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ഗ്യാരണ്ടി നമ്മൾ ഏറ്റെടുക്കുന്നു, ഇവരെ പ്രിപ്പയർ ചെയ്യുന്ന ഗ്യാരണ്ടി. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് പഠിച്ച് ജോലിയിലേക്ക് കയറുമെന്നുള്ള ഒരു ഗ്യാരണ്ടി കുട്ടികൾ എനിക്ക് തരണമെന്നാണ് ഞാൻ പറയാറ്. കാരണം അത്രമാത്രം റെക്കോർഡ് നമുക്ക് പ്ലേസ്മെന്റ് റിക്വയർമെന്റ് ഉള്ള ഡിമാൻഡ് ഉള്ള കോഴ്സ് നമ്മൾ നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുന്നു. കറക്റ്റ്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് വി ആർ ഏബിൾ ടു ഹാൻഡിൽ എന്നാണ്. കാരണം ഇവിടെ മാക്സിമം 99.9% ജോലി ആവശ്യം എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന എല്ലാവരും പ്ലേസ്ഡ് ആയിട്ട് വരെയുണ്ട്. കഴിഞ്ഞ ഒരൊറ്റ മാസം നമുക്ക് നല്ല കമ്പനികൾ ക്യാപ്ജെമിനി, ഡിലോയിറ്റ് പോലെ HCL ഒക്കെ പോലെയുള്ള കമ്പനികളിൽ 18 പ്ലേസ്മെന്റ് കഴിഞ്ഞ മാസം മാത്രം നടന്നു. അപ്പോ അത്തരത്തില് ധാരാളം പ്ലേസ്മെന്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരുന്ന കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് സാറിന് ഞാൻ ലാബിലൊക്കെ കാണിച്ചു തരാം. ഏതാണ്ട് 150ഓളം കുട്ടികൾ കാസർഗോഡ് ടു കന്യാകുമാരി എന്നുള്ള കുട്ടികൾ ഇപ്പൊ ഇവിടെ നിലവിൽ ട്രെയിൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടില്ല. സാർ പറഞ്ഞ പോലെ കോസ്റ്റ്ലി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇത്രയും കുട്ടികൾ പല സ്ഥലങ്ങളിൽ ഇവിടെ വരുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ SAPയുടെ പ്രാധാന്യം അറിയാവുന്ന പേരൻസ് തന്നെ, ഈ അബ്രോഡിലൊക്കെയുള്ള പേരൻസ് കുട്ടികളുടെ പഠനം കഴിയുമ്പോഴേ അവരെ ഇങ്ങോട്ട് വിടും. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ധാരാളം കുട്ടികൾ നല്ലൊരു കരിയറിലേക്ക് ഒരു തീരുമാനമെടുത്ത് ഇവിടെ വന്ന് പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ജോബ് അഷുറൻസ് ആ രീതിയിലാണ് ചെയ്യാൻ പറ്റുക. അതായത് വി ആർ വിത്ത് യു അപ് ടു ഗെറ്റിംഗ് എ ജോബ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞ് അടുത്ത ഒരു നല്ല സാലറി ഉള്ള ഒരു ജോലി 2 വർഷം കഴിയുമ്പോൾ അവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വീണ്ടും നമ്മൾ അവരോട് പറയും, ഓക്കെ ഒരു നല്ല ചാൻസ് വന്നിട്ടുണ്ട്, തനിക്കിപ്പോൾ 6 ലക്ഷമാണെങ്കിൽ ഒരു 8 ലക്ഷത്തിന്റെ ജോലിയുണ്ട്, യു ക്യാൻ ട്രൈ ഇറ്റ്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ. ഒരുപാട് കുട്ടികൾ നമ്മുടെ ജോലി ചെയ്ത് പോകുന്ന കുട്ടികൾ അവര് തന്നെ ഇവിടെ ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ അവര് വെരി താങ്ക്ഫുൾ ടു അസ്. അപ്പൊ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ സാറേ, ഈ ഒരു SAP പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണം, എന്നിട്ട് ഈ ഒരു കോഴ്സിലേക്കൊക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് എന്തായിരിക്കും സാർ ഒരു സജഷനായിട്ട് പറയാനായിട്ടുള്ളത്? നമ്മുടെ നോർമലി നമ്മൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ധാരാളം അവയർനെസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മളിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒരു സംഭവം, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7:30 മോസ്റ്റ്ലി ഞാൻ തന്നെ ചെയ്യുന്ന ഒരു വെബിനാർ, ഏകദേശം 1 മണിക്കൂറിൻ്റെ ഒരു വെബിനാർ വിത്ത് SAPയുടെ ഓൾ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ SAP സാധ്യതകളും മൊഡ്യൂളുകളും എല്ലാം വിവരിച്ചു കൊണ്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നടത്തുന്ന വെബിനാറാണ്. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് കയറാനായിട്ടുള്ള ലിങ്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ മാസത്തിലൊരിക്കലും ഇവിടെ ഒരു സാറ്റർഡേയിൽ ഒരു സെമിനാർ സെഷൻ വെച്ചിട്ടുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് കുട്ടികൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാം. കൊച്ചിയിൽ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ. അന്ന് ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ കൂടുതലും വന്ന സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യാറ് ഇവിടെ. അപ്പം അത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെലികോളേഴ്സും കൗൺസിലേഴ്സും ഏത് സമയത്തും കുട്ടികളുടെ എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് വിശദീകരിച്ച് കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും. ശരി. സോ എനി ടൈം എനിബഡി ക്യാൻ കോൺടാക്ട്. ഓക്കെ. എനിവേ താങ്ക് യു ജോണി സാർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഈ ഒരു സ്ഥാപനത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സാർ വളരെ നല്ല രീതിയിൽ ഇതിനു മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ സാറിന്റെ ഒരു കണ്ടിന്യൂസ് എഫേർട്ടിന് EMEയുടെ പേരിൽ പ്രത്യേകം നന്ദിയും പറയുകയാണ്. ശരി. ഓക്കെ. അപ്പം ജോണി സാറ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഈ ഒരു SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ EMEയുടെ ഫ്രീ വെബിനാർസ് അല്ലെ സെമിനാർസിലൊക്കെ പങ്കെടുക്കാം. അതല്ല
അതല്ലെങ്കിൽ EMIയുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളൊക്കെ നൽകുന്നുണ്ട്. ഏതായാലും ലോകത്ത് ആകമാനം നല്ല ഡിമാൻഡുള്ള മികച്ച ശമ്പളം ലഭ്യമാകുന്ന ഒരു SAP പ്രൊഫഷണലാകുവാൻ ലഭ്യമാകുന്ന ഒരവസരം, അതും വളരെ മികച്ച ഒരു സ്ഥാപനത്തിൽ, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് SAP പാർട്ട്ണറിൽ ഒന്നായിട്ടുള്ള EMIൽ പഠിക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒട്ടനവധി കുട്ടികൾ നമ്മുടെ കേരളത്തിലും വെളിയിൽ നിന്നൊക്കെ ഉള്ളവർ ഈ ഒരു പഠനത്തിലൂടെ വളരെ മികച്ച ശമ്പളത്തിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാൻ താല്പര്യമുണ്ടെങ്കിൽ EMIയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.